എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വെണ്ടക്കയുടെ ഒരു കൊച്ചു വിളവെടുപ്പാണ്. അപ്പൊ നമ്മ ഡെയിലി വിളവെടുക്കണതാണ്. നിങ്ങൾക്കറിയാലോ, വെണ്ട നട്ടുകഴിഞ്ഞാല് നമ്മ ഡെയിലി വിളവെടുക്കണം, അല്ലെങ്കിൽ വെണ്ടക്ക മൂത്തു പോകും. ഞാനിവിടെ ചെറിയ ചട്ടികളിലൊക്കെ വെണ്ട നട്ടു വെച്ചേക്കണേണ്. നമ്മ 25-ാം ദിവസം കറക്റ്റ് വിളവെടുപ്പ് തുടങ്ങിയതാണ്. അപ്പൊ ഇതിപ്പോ ഇന്നലെ നമുക്ക് കുറെ വെണ്ടക്ക കിട്ടിയിരുന്നിട്ട് നമുക്ക് കറി വെച്ചിട്ട് ബാക്കിയുള്ള വെണ്ടക്കയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇന്നും കുറച്ച് വെണ്ടക്ക വിളവെടുക്കാം. കണ്ട, അപ്പൊ വെണ്ടക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, നമ്മ ഒരു ദിവസം തെറ്റിക്കഴിഞ്ഞാൽ വെണ്ടക്ക മൂത്തു പോയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ചെടി നമ്മ അപ്പപ്പ ചെടിയുമെന്ന് കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ പിന്നെ വളർച്ച നിന്നും പോവും ചെടിയുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പപ്പ നമ്മ വെണ്ടക്ക അതുമ്മ ചെടിയുമെന്ന് നിർത്താൻ പാടില്ല. നമ്മ അപ്പപ്പ നമ്മള് വെണ്ടക്ക പറിച്ചെടുത്തോളണം. വെണ്ടക്ക അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ വെണ്ട നട്ട് കഴിഞ്ഞാല് നിങ്ങ ചെയ്യേണ്ടത് അങ്ങനെയാണ്. എപ്പോഴും ആവണ വെണ്ടക്കകൾ കട്ട് ചെയ്ത് എടുക്കാം. കണ്ട, ഇതൊക്കെ നമ്മ അടിയിൽ നമ്മ വെണ്ടക്ക എടുത്തിരുന്നാണ്. അടിയിന്റെ ഒക്കെ നമ്മ കട്ട് ചെയ്ത് എടുത്തതാണ്. ഇതേപോലെ എടുത്തു കഴിഞ്ഞാല് നമുക്ക് എല്ലാ ദിവസവും വെണ്ട നട്ട് കഴിഞ്ഞാല് നമുക്ക് എല്ലാ ദിവസവും വിളവെടുക്കാൻ നിങ്ങൾ മറക്കരുത്. അല്ലെങ്കിൽ പിന്നെ വെണ്ട കായ്ക്കൂല. നമ്മ ഇതേപോലെ ചെറിയ ചട്ടികളിലൊക്കെ ഇഷ്ടം പോലെ വെണ്ടത്തെ വെച്ചു കൊടുത്തിട്ടുണ്ട്. വേണ്ട, ഇതേപോലെ ഇപ്പൊ ഇത് വലിയ ഈ ഡ്രമ്മിക്കാരനോട് നമ്മ 3 തൈ നമ്മ സപ്പോർട്ട വെച്ചേക്കണേന്റെ അവിടെ തന്നെ വെച്ചു കൊടുത്തേക്കണത്. അപ്പൊ കണ്ട, ഈ നമ്മ ഇതേപോലെ വേണ്ട നന്നായിട്ട് വന്നേക്കണണ്ട. വലിയ പാത്രമാകുമ്പോ ചെടി നന്നായിട്ട് വളരും. അപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് വലിയ പരിചരണമൊന്നും വേണ്ടാത്താണ് വെണ്ട. നമ്മ അത്യാവശ്യം നല്ല നനച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് വെണ്ടക്ക കിട്ടും. പിന്നെ സ്ലെറി പോലത്തെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു ഈന്തിന്റെ മരമാണ്. കാണാത്തവർക്കാണ്. കണ്ട, ഈന്ത് കായാന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിലൊന്നും കാണുന്ന ഒരു മരമല്ല ഇത്. അപ്പം അത് ഞാനൊരു ഗ്രോ ബാഗിൽ ഇപ്പൊ തൽക്കാലം നട്ടു വെച്ചേക്കണതാണ്, പിന്നീട് മാറ്റി നടാനായിട്ട്. കണ്ട, അപ്പൊ അതിന്റെ തടത്തിൽ ഞാനൊരു 3 വെണ്ടത്തയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടായി. കണ്ട, ഇതൊക്കെ നമ്മ ഡെയിലി നമ്മ ഇതിന്നൊക്കെ ഡെയിലി നമ്മ വിളവെടുക്കണതാണ്. കണ്ട, എല്ലാത്തിന്നും. അപ്പൊ ഇതേപോലെ നമുക്ക് വെണ്ട നട്ട് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ടട്ട വെണ്ട നടാനെങ്കിൽ ഇതേപോലെയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ തടത്തിലൊക്കെ നട്ടുകൊടുത്താല് നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ടൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ചെടി വളരുമ്പോഴത്തേനും നമുക്കിത് വെണ്ടയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. വെണ്ടയൊക്കെ പറഞ്ഞാൽ അധികം നാള് നമുക്ക് വിളവ് കിട്ടണതല്ല, പെട്ടെന്ന് തന്നെ പോണതാണ്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ നട്ടുകൊടുക്കാണ്ട്. ഞാൻ അതേപോലെ നട്ടുകൊടുത്തേക്കണേന് ഇവിടെ വഴുതനകളൊക്കെ, വഴുതനയും തക്കാളിയൊക്കെ കണ്ടില്ലേ, ഇതേപോലെ നട്ട് കൊടുത്തേക്കണതാണ്. ഇത് നമ്മ ഡ്രമ്മിൽ കണ്ട ഒരു പ്ലാവ് ഇട്ടിട്ടുണ്ട്. അപ്പൊ പ്ലാവ് നട്ടേക്കണേന്റെ തടത്തി നമ്മ ഒരു 3 വെണ്ടത്തെയും കൂടി നട്ടു കൊടുത്തണ്ട. വെണ്ട നമുക്ക് ഇപ്പോഴേ നന്നായിട്ട് കായ്ച്ച് നമ്മ വിളവെടുത്തോണ്ടിരിക്കണാണ്. അപ്പൊ നമുക്ക് വെണ്ടക്ക കണ്ട ഇതേപോലെ നമുക്ക് വെണ്ടക്ക കിട്ടുകയും ചെയ്യും. നമുക്ക് വളം എന്തായാലും നമ്മ 2-നും വളം ഒഴിച്ചു കൊടുക്കുമല്ലോ. അപ്പം 2-നും വളം കിട്ടുകയും ചെയ്യും. കണ്ട, ഈ വെണ്ടക്ക കുറച്ച് മൂത്ത് പോയിട്ടുണ്ട്. നമ്മ എടുക്കാൻ വൈകിയപ്പ ഇനി ഇഷ്ടം പോലെ വെണ്ടക്ക ഉണ്ടാവേണ്ട. അപ്പൊ കണ്ട, നമ്മിപ്പ ഇത് ഒരു ഡ്രം കണ്ട ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മ നട്ടുകൊടുത്ത അതിൽ നമ്മ മെഡൂസ പൈനാപ്പിൾ നട്ടു കൊടുത്തിട്ടുണ്ട്. മെഡൂസയൊക്കെ സ്ലോവില വളരുള്ളൂല്ലോ. അപ്പൊ നമ്മ വെണ്ട നട്ടു കൊടുത്തേക്കാണ്. അപ്പൊ നമുക്ക് വെണ്ട വിളവെടുക്കാണ്ട. ഇതിലൊക്കെ 3 തൈ വെച്ച് നമ്മ നട്ടിട്ടുണ്ട്. വെണ്ടയൊക്കെ നമുക്ക് ഒരു 3 തൈയൊക്കെ വെച്ച് നട്ടു കൊടുക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമുക്ക് അധികം വെണ്ടൊക്കെ കിട്ടുകയും ചെയ്യുമല്ലോ. ഇത്രയും സ്പേസ് ഒക്കെ മതി. കണ്ട, ഇതേപോലെ നമുക്ക് വെണ്ട എപ്പോഴും നടുമ്പോ നമ്മ വിളവ് എടുക്കാനായിട്ട് 1.5 ഡെയിലി അല്ലെങ്കിൽ 1.5 നമുക്ക് വെണ്ടേമെന്ന് വിളവെടുക്കാനുണ്ടാവും കേട്ടോ. അവ കണ്ട, നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു. വെണ്ട നട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഡെയിലി വെണ്ട വിളവെടുക്കാം. വെണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് വെണ്ടക്ക നമുക്ക് സാമ്പാറിനായാലും മെഴുക്കുവരട്ടിക്കായാലും ഈ മോരുകറി വെക്കാനൊക്കെ ഇത്തിരി വെണ്ടക്ക ഭയങ്കര ടേസ്റ്റ്. വെണ്ടക്ക നമ്മ ഡെയിലി മേടിക്കുന്നതാണ് വീടുകളിൽ.
നമുക്ക് ഒരു പ്രയാസം ഇല്ലാണ്ട് നട്ടു വളർത്താൻ പറ്റിയതാണ്. പെട്ടെന്ന് 25-ാം ദിവസം തന്നെ വിളവെടുക്കാൻ പറ്റിയ ഒരു വെള്ളയാണ് വെണ്ട. ഒട്ടും തന്നെ നമ്മളിപ്പോ പരിചരണത്തിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മ ഒരു 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിംബിസിഡിന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് സ്ലറി രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഏറ്റവും നല്ലതാണ്, അതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് 1.5 പറ്റി നമുക്ക് വെണ്ടക്ക വിളവെടുക്കാം. അപ്പൊ എല്ലാവരും വെണ്ട കൃഷി ചെയ്യണം. വെണ്ട കൃഷി ചെയ്യാനായിട്ട് ഒരു പ്രയാസമില്ല. വിത്തുകളും തൈകളൊക്കെ നമുക്കിന്ന് മേടിക്കാൻ കിട്ടും. കൃഷിഭവൻ വഴിയൊക്കെ വെണ്ടയുടെ തൈ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവരും കൊടുക്കണം, വെണ്ട വഴുതന മുളകൊക്കെ. അപ്പം ആ തൈകളൊക്കെ മേടിച്ച് നമ്മ നടണം. നടാനായിട്ട് നമുക്ക് ചെറിയ ചെടിച്ചട്ടി കണ്ട, നമ്മളിവിടെ ചെറിയ ചെടിച്ചട്ടിയിലാണ് നട്ടുവെച്ചേക്കാണ്. ചെറിയ ചെടിച്ചട്ടി തുടങ്ങി കളയണ നമ്മുടെ പ്ലാസ്റ്റിക് ചാക്കുകളിൽ വരെ നമുക്ക് വെണ്ട കൃഷി ചെയ്യാം. എല്ലാവരും കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.